ഇറച്ചി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: ബീഫ് 1/2 കിലോ കഴുകി വൃത്തിയാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1/4 കപ്പ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും മസാലപ്പൊടിയും 1 ടീസ്പൂൺ വെച്ച്. ഇത് കായം പൊടിച്ചതാണ്, ഇത് 1 ടീസ്പൂൺ ഉണ്ട്. പിന്നെ വിനാഗിരി എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ, ഉലുവ പൊടിച്ചത് 1 നുള്ള്, പിന്നെ 4-5 വറ്റൽമുളക് മുറിച്ചു വെച്ചത്, പിന്നെ കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് വെള്ളം വേണ്ടി വരും. ബീഫ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. പിന്നെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ വേണം, അത് ഈ ബീഫ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്. ഒരു 1/4 കപ്പിൽ നിന്ന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക വേണ്ടത്. നമുക്ക് ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി ഒന്ന് കുറച്ച് ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർക്കാം. നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ബീഫ് നമ്മളൊരു 3 വിസിൽ കഴിഞ്ഞ് വെള്ളം മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ ഓണാക്കി നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ചേർക്കാം. ഈ ബീഫ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബീഫ് ഇടാം. ബീഫ് ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 1-2 മിനിറ്റോടെ കഴിഞ്ഞിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനി എടുക്കാം. ബീഫ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അച്ചാറിനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഈ ബീഫ് വറുത്ത് മാറ്റിയ എണ്ണയിലേക്ക് എടുത്തു വെച്ചേക്കുന്ന നല്ലെണ്ണ ചേർക്കാം. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത്
രണ്ടെണ്ണ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പത കാണുന്നത്. ഒന്നിൽ വെളിച്ചെണ്ണ തന്നെ ഈ മസാല ഉണ്ടാക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ ആ എണ്ണ മാറ്റിയിട്ട് നല്ലെണ്ണ തന്നെ എടുത്താലും മതി. ഈ ബീഫ് ഫ്രൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് തന്നെ നല്ലെണ്ണ ചേർത്തത്. നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ഇട്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, കായം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ബീഫ് ചേർക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന വിനാഗിരി ചേർക്കാം. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇറച്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്.